എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഇന്നത്തെ ഭാഗവത പഠനം നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം നോക്കാം. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തുരജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഒന്നുകൂടി ശ്ലോകം നോക്കാം. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തുരജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അന്യം നോക്കാം. പാർത്ഥിവാദാരുണഃ ധൂമ തസ്മാത് ത്രയീമയഃ അഗ്നിഃ തമസഃ തു രജഃ തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഒന്നുകൂടി അന്യം നോക്കാം. പാർത്ഥിവാത് ദാരുണഃ ധൂമ തസ്മാത് ത്രയീമയഃ അഗ്നിഃ തമസഃ തു രജഃ തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. പാർത്ഥിവാത് ദാരുണഃ ധൂമ തസ്മാത് അഗ്നിഃ ത്രയീമയഃ തമസഃ തു രജഃ തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഒന്നുകൂടി പദം നോക്കാം. പാർത്ഥിവാത് ദാരുണഃ ധൂമ തസ്മാത് അഗ്നിഃ ത്രയീമയഃ തമസഃ തു രജഃ തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. പാർത്ഥിവാത് മണ്ണിൽ നിന്ന്, ദാരുണഃ മരത്തിൽ നിന്ന്, ധൂമഃ പുക, തസ്മാത് അതിൽ നിന്ന്, അഗ്നിഃ അഗ്നി, ത്രയീമയഃ വേദസമ്പന്നമായ അതായത് യജ്ഞോപയോഗിയായ, തമസഃ തമോ ഗുണത്തിൽ നിന്ന്, തു എന്നാൽ, രജഃ രജോ ഗുണം, തസ്മാത് അതിൽ നിന്ന്, സത്വം സത്വഗുണം, യത് അതാണ്, ബ്രഹ്മദർശനം ബ്രഹ്മത്തെ ദർശിക്കുന്ന അവസ്ഥ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം 3 ഗുണങ്ങളെ മനോഹരമായ ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. മണ്ണിൽ നിന്ന് മരമുണ്ടാകും, മരത്തിൽ നിന്ന് പുക ഉയരും, പുക മാറിയാലോ അഗ്നി തെളിയും. അഗ്നി മാത്രമാണ് യജ്ഞത്തിനും പ്രകാശത്തിനും ഉപയോഗപ്രദം. അതുപോലെയാണ് തമസ് അജ്ഞാനം, രജസ് ചലനം, സത്വം ശുദ്ധി അഥവാ പ്രകാശം, അതിൽ നിന്ന് ബ്രഹ്മദർശനം. സത്വത്തിലാണ് ഇവ സാധ്യമാകുക. പുക നിറഞ്ഞിരിക്കുമ്പോൾ അഗ്നി വ്യക്തമായി കാണാനാവില്ല. അതുപോലെ തന്നെ തമസും രജസും മനസ്സിൽ കൂടുതലായാൽ ദൈവസാക്ഷാത്കാരം അസാധ്യമായിത്തീരും. മനസ്സ് സത്വത്തിൽ തന്നെ ഉറപ്പിച്ചാൽ, ശുദ്ധമായാൽ ആ പരമായിരിക്കുന്ന ബ്രഹ്മദർശനം നമുക്ക് സാധ്യമായി തീരുമെന്ന് ഈ ശ്ലോകം നമ്മളോട് പറയുന്നു. ഈ ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. തുടർന്നുള്ള ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.